തിരുവനന്തപുരം പേരൂർക്കടയിൽ യുവതിയെ മോഷണക്കുറ്റം ആരോപിച്ച് പീഡിപ്പിച്ച എസ്ഐക്കെതിരെ നടപടി. എസ്ഐ പ്രസാദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. നടപടിയിൽ സന്തോഷമുണ്ടെന്ന് പോലീസിന്റെ കൊടും ക്രൂരതയ്ക്ക് ഇരയായ ബിന്ദു പറഞ്ഞു. അതേസമയം മറ്റു പോലീസുകാർക്കെതിരെ നടപടിയുണ്ടായിട്ടില്ല. പോലീസുകാർക്കും പരാതി നൽകിയ വീട്ടുടമയ്ക്കുമെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും ബിന്ദു റിപ്പോർട്ടറിനോട് പറഞ്ഞു. വീടുകളിൽ ജോലിക്ക് നിന്ന് കുടുംബം പുലർത്തുന്ന ബിന്ദുവിനെതിരെ അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയലാണ് വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചു എന്ന കുറ്റമാരോപിച്ച് പരാതി നൽകിയത്. തുടർന്നാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ക്രൂരത കാട്ടിയത്. ഒരു ദിവസം മുഴുവൻ സ്റ്റേഷനിലിരുത്തി പീഡനമുറകൾ പരീക്ഷിച്ച പോലീസ് മാല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് വീട്ടുടമ അറിയിച്ചതിനു ശേഷമാണ് ബിന്ദുവിനെ പോകാൻ അനുവദിച്ചത്. താൻ അനുഭവിച്ച യാതനകൾ എണ്ണി പറഞ്ഞ് പോലീസിനെതിരെയും പരാതിക്കാരിക്കെതിരെയും ബിന്ദു DGPക്കും SC/ST കമ്മീഷനും പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കും പരാതി കൈമാറി. P. ശശി എന്ന് പറയുന്ന അത് വായിച്ചെന്ന് നോക്കിയില്ല. അങ്ങോട്ട് കൊടുത്തപ്പോൾ അങ്ങോട്ട് വായിച്ച് അവിടെ ഇട്ടിട്ട് പറഞ്ഞ് ഈ പരാതിക്കാർ മാല കണ്ടില്ലെന്ന് പരാതി കൊടുത്താൽ അവർ പോലീസ് പിടിക്കും, ഇതൊക്കെ കോടതിയിലാണ് പറയേണ്ടതെന്ന് മറുപടിയും പറഞ്ഞു. ബിന്ദുവിന്റെ പരാതി അവഗണിച്ചിട്ടില്ലെന്നും ബിന്ദുവിനെതിരെ പരാതി നൽകിയ വീട്ടുകാർക്കെതിരെ കോടതിയിൽ പോകാനാണ് പറഞ്ഞതെന്നുമാണ് P. ശശി റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ഒടുവിൽ ബിന്ദുവിന് നീതി ലഭിച്ചു. പേരൂർക്കട SI പ്രസാദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വളരെ സന്തോഷമാണ്. തീർത്തും ആയില്ല. ഇനി ഈ പറഞ്ഞ രണ്ടുപേരും കൂടി പുറത്താക്കിയാൽ മാത്രമേ എനിക്ക് സന്തോഷമാകുള്ളൂ. പിന്നെ ഓമന ഡാനിയൽ അവർക്കെതിരെ ഇനി പരാതിയുമായി പോകും. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ച വീട്ടുകാർക്കെതിരെയും മാനനഷ്ട കേസിന് കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ബിന്ദുവും കുടുംബവും. ഒടുവിൽ ബിന്ദുവിന് നീതി ലഭിച്ചു. ആഭ്യന്തര വകുപ്പ് പേരൂർക്കട SI പ്രമോദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാണ്. പോലീസുകാർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? വീഡിയോ ജേർണലിസ്റ്റ് റിജുവിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.